ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ വരെ ഇവിടെ ഉണ്ട്. മുസ്ലിങ്ങളൊക്കെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ അറിഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അവിടെ ഒരുമിച്ച് താമസിക്കുന്നു. അവിടെ പ്രാർത്ഥന. നമ്മളവിടെ ആരും അമത്സമൊക്കെയില്ല. അവരെല്ലാം ഹിന്ദുക്കളായിട്ട് തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ അവർ ആദ്യകാലത്തൊക്കെ ഹിന്ദുക്കൾ മരിച്ചപ്പം തൊടുപുരം പോലീസ് ശ്മശാനത്തിലാണ് കൊണ്ടുപോയി അടക്കിയത്. അപ്പോൾ അങ്ങനെ അടക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ BJP-ക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കി. ക്രിസ്ത്യാനികളെയൊക്കെ നിങ്ങളുടെ ഹിന്ദുക്കളെ മാമോദിസ മുക്കുക, നിങ്ങളെ കൂടെ കൂട്ടുവാണെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് വരെ നായനാരുടെ കാലത്ത് പോലീസ് മുട്ടത്തു വന്നു. ഒരാളെ പോലും നമ്മുടെ മാമോദിസ കിട്ടില്ല. അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഹിന്ദുക്കൾ മരിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി അടക്കിക്കും, ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. പഞ്ചായത്ത് മാറ്റം ഏറ്റെടുത്തു. ഹിന്ദുക്കൾ മരിച്ചാൽ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. അവർ ആദ്യത്തെ ശവടൊക്കെ പന്നിയായിട്ട് തൊടുപുഴ കൊണ്ടുപോയി നടത്തി. രണ്ടാമത്തെ മരിച്ചപ്പോൾ അതിൻ്റെ പകുതി ഓർഡറേ ഉള്ളൂ. മൂന്നാമത്തെ മരിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛനെ കൊണ്ടുപോയി അടക്കിക്കും, ഞങ്ങൾ വരുന്നില്ലെന്ന്. മാമോദിസ മുക്കുന്ന കാര്യമല്ലത്. അവരുടെ ആശുപത്രിയിൽ ഞങ്ങൾ ഉച്ചഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇതൊക്കെ എല്ലാം നമ്മൾ സാമൂഹ്യ പ്രവർത്തനം. ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല ഇതിൽ, ഹിന്ദുക്കളും കൂടെ കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഭക്ഷണം നിന്നുപോയി. ശവടക്ക് അവർ 2 നടത്തി, പിന്നെ മൂന്നാമത്തെ അവർക്ക് വേണ്ട, ഞങ്ങൾ തന്നെ നടത്തി. ഇപ്പോഴും അതങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.